കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. പിറവത്ത് താറാവുകൾ പാടത്ത് കൂട്ടത്തോടെ ചത്ത നിലയിൽ. പാഴൂർ കുരിയാനിപ്പടി മനക്കപ്പടി റോഡിന്റെ ഓരത്തുള്ള പാടശേഖരത്തിലാണ് താറാവുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. പിറവത്ത് താറാവുകൾ പാടത്ത് കൂട്ടത്തോടെ ചത്ത നിലയിൽ. പാഴൂർ മനക്കപ്പടി ഭാഗത്താണ് 50ഓളം താറാവുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ആരോഗ്യ വിഭാഗവും മൃഗസംരക്ഷണ വകുപ്പും അന്വേഷണം ആരംഭിച്ചു. പാഴൂർ കുര്യാനിപ്പടി മനക്കപ്പടി റോഡിന്റെ ഓരത്തുള്ള പാടശേഖരത്തിലാണ് താറാവുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ആലപ്പുഴയിൽ നിന്നും തീറ്റാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്നാണ് കരുതുന്നത്. ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. പിറവം നഗരസഭാ ചെയർമാൻ KR പ്രദീപ് കുമാർ, സ്ഥിരം സമിതി അധ്യക്ഷരായ വത്സല വർഗീസ്, ജെയ്സൺ പുളിക്കൽ, ഡിവിഷൻ കൗൺസിലർ ഉണ്ണി വല്ലയിൽ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. എല്ലാ വർഷവും ഇവിടെ കൊണ്ടുവന്ന കൂട്ടത്തോടെ താറാവിനെ കൊണ്ടുവന്ന് ഇവിടെ ഈ ജലാശയത്തിലും അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്തുള്ള പാടത്തൊക്കെ അവർ ഈ സമയത്ത് നിർത്തി വളർത്തിയെടുക്കുന്നത് പതിവാണ്. അങ്ങനെ ഈ വർഷം ഇവിടെ വന്നു. ഇപ്പോൾ ഇന്ന് രാവിലെ സംഭവിച്ചത് ഈ താറാവുകളെല്ലാം കൂട്ടത്തോടെ ചത്തുപൊങ്ങുകയാണ് ഉണ്ടായത്. അപ്പോൾ അതനുസരിച്ചിട്ട് പലരും പറഞ്ഞതനുസരിച്ചിട്ട് ഞങ്ങളിവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്കും ഈ താറാവിനെ നോക്കിക്കൊണ്ടിരുന്ന താറാവ് നോട്ടക്കാരനിട്ട് സ്ഥലത്തിട്ടില്ലതാണ്. തൻ്റെ ഇത്രയും വലിയ താറാവിൻ കൂട്ടം ചത്തു മലച്ചിട്ടും ഈ സംഭവം അറിഞ്ഞിട്ട് പോലും ഇദ്ദേഹം ഇവിടെ എത്തുകയോ ഇതിനെ സംരക്ഷിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാത്തത് ആകെ ഒരു സംശയം ഉളവാക്കിയിരിക്കുകയാണ്. ഇവിടുത്തെ പരിസരവാസികൾ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, ഇവിടെ താറാവുകൾക്ക് ഈ പക്ഷിപ്പനി പ്രതിരോധ കുത്തിവയ്പ് 2 തവണ നടത്തിയിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഈ താറാവുകൾ ചത്തുപൊങ്ങിയത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ എന്തുകൊണ്ടാണ് ഈ താറാവുകൾ ചത്തുപൊങ്ങിയത് എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ കഴിയും. മാത്രവുമല്ല, ഈ താറാവിന് ഇന്ന് രാവിലെ കൊടുത്ത തീറ്റ അത് ഇച്ചിരി ധാന്യത്തിൻ്റെ ഇടയിൽ എന്തൊക്കെയോ മിശ്രിതങ്ങൾ കലർത്തിയാണ് താറാവിന് കൊടുത്തത്. ഇന്ന് രാവിലെ താറാവ് കഴിച്ച ആ തീറ്റയും ഞങ്ങൾ ലാബിലേക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. അതേസമയം താറാവ് കർഷകരെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവരുടെ വള്ളം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ 1-ാം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.